നമസ്കാരം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അഴകും എടുപ്പും ക്വാളിറ്റിയും അതുപോലെ നിൽക്കുന്ന നല്ലൊരു വീട് നമുക്കിന്ന് കാണാം. ബസ് റൂട്ടിൽ 45 അടി മേലെ ഫ്രണ്ടേജ് വരുന്നൊരു പറമ്പ്. ഇവിടെ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ 2 നല്ല വീട് പണിയുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ മെയിൻ റോഡിൽ നിന്ന് തന്നെ ഒരു 10 അടിയോളം വഴി ഇതിനോട് ചേർന്ന് ഇവിടേക്കുണ്ട്. ഇനി പറമ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ തെങ്ങും മാവും മറ്റ് വൃക്ഷഫലാദി മൂലാദി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഇവിടെ 2 പേരെ ഉള്ളൂ. ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. മക്കളൊക്കെ വിദേശത്ത് സെറ്റിലാണ്. അതുകൊണ്ടാണ് ഇത്രയും ബെസ്റ്റ് ഒരു പ്രോപ്പർട്ടി അവർ കൊടുക്കുന്നത്. ഇനി വീട് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നൊന്നും പറയില്ല കേട്ടോ. വടക്ക് ദർശനം വരുന്ന മാനം തൊട്ട് നിൽക്കുന്ന ഒരു ക്ലാസിക് കണ്ടംപററി വർക്ക്. സിറ്റ് ഔട്ടിലൊക്കെ തേക്കിൽ പൊതിഞ്ഞിരിക്കുകയാണ്. അതിനുള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിങ് കൊടുക്കുമ്പോൾ വേറെ ലെവലാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ ഒരു ഗസ്റ്റ് ലിവിങ് റൂം വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂം ആക്കാനും ഉള്ളൊരു സൗകര്യമുണ്ട്. വീടിൻ്റെ ഒരു മൊത്തം നോക്കുകയാണെങ്കിൽ ചുമരും ഒക്കെ ഗ്ലാസ് പോലെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത്രയും ബെസ്റ്റായിട്ടുണ്ട്. ഈ ഗസ്റ്റ് റൂമിൽ നിന്ന് കണ്ടാ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹാളിലേക്ക് എത്താം. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മെയിൻ ഹാളിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. അറ്റത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഒരു ഓപ്പൺ ലിവിങ് ഡൈനിങ് കൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വളരെ വിശാലമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അതിനകത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിംഗ് ഒക്കെ ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നല്ല ഭംഗിയിൽ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. നല്ല വെളിച്ചം മുകളിൽ നിന്നൊക്കെ താഴത്തേക്ക് കിട്ടുന്നുണ്ട്. ഡേ ടൈമിലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു പോർഷൻ വരുന്നത്. വലിയൊരു ഡൈനിങ് ടേബിളാണ് ചെയ്തിട്ടുള്ളത്. അവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്. പിന്നെ അതാ അവിടെ ഒന്ന് മാറിയിട്ട് ഹാൻഡ് വാഷ് ഏരിയയും ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു റൂമുണ്ട്. മൊത്തത്തിൽ ഒരു വലിയൊരു ദർബാർ ഹാളിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ. നൈസായിട്ടുണ്ട്. ബെഡ്റൂം മൊത്തം വലിയ 4 ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ല സൗകര്യമുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂമും കൂടി ഉണ്ട്. ഇനി നമുക്ക് അടുക്കള ഒന്ന് കണ്ടു നോക്കാം. ആഹാ, നൈസായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടുക്കള, നല്ല വെളിച്ചം. അടുക്കളയിൽ മാത്രമല്ല വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല സ്കൈലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അടുക്കളയിൽ മൊത്തത്തിലൊരു വൈറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും നമ്മൾ വോൾ ടൈലൊക്കെ ചെയ്തിട്ടുള്ളത് മൊത്തം വൈറ്റിലാണ്. പിന്നെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു വുഡൻ ടച്ചിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം നല്ല ടേസ്റ്റാണ്. എന്നാലും മൺകലത്തിൽ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം വേറെയാണ് കേട്ടോ. നല്ല രസം. നല്ല വിശാലമായിട്ടുള്ള വലിയൊരു അടുക്കള. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് എല്ലാവിടെയും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അടുക്കള. ഇതിൻ്റെ മുകളിലും സ്കൈലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനുണ്ട്. ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വന്നിട്ട് ഹാളിലേക്ക് വന്നിട്ട് നമുക്കൊന്ന് മുകളിൽ കയറി നോക്കാം. മുകളിൽ നിറയെ തുണികളൊക്കെ ഇട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടില്ല. സെയിം താഴത്തെ അതേ ഹാളിൻ്റെ സ്പേസ് തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ ധാരാളം ചെടികളും മരങ്ങളൊക്കെ ചെറിയ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിലാണെങ്കിൽ നല്ല സ്പേസാണ്. അവിടെ ഒരു ചായ കുടിച്ച് നല്ല മഴയ്ക്കുള്ള സമയത്ത് ഇരിക്കുമ്പോൾ വേറെ ഫീലിംഗ് ആയിരിക്കും കേട്ടോ. നല്ല രസമായിട്ടുള്ളൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് മൊത്തം കിട്ടുന്നത്. ഇത്രയും ബെസ്റ്റ് ഒരു പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൻ്റെ അടുത്താണ്. ചാവക്കാട് പാവർട്ടി മെയിൻ റോഡിലായിട്ട് 37 സെൻറ്റിൽ ജസ്റ്റ് 4 വർഷം പഴക്കമുള്ള 2950 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടും. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഭൂമിയിലും നമുക്ക് തരാനായിട്ട് റെഡിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ തൊട്ടടുത്ത് തന്നെ, അതുപോലെ എല്ലാവിധ ആരാധനാലയങ്ങളും അടുത്തായിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടൽ ഭാഗത്തേക്കും കുന്നംകുളം ഭാഗത്തേക്കും ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. തൃശ്ശൂർ മെയിൻ റൂട്ടാണ്.
അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാലും മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.